കോഫി വളരെ നന്നായിട്ടുണ്ട്. നിനക്കും നല്ല കൈപ്പുണ്യുണ്ട് മോളെ. അത് കൈപ്പുണ്യല്ല ബോസേ, ഈ വീടിന്റെ വാസ്തു തന്നെ അങ്ങനെയാ. ഇവിടെ ആര് കോഫി ഉണ്ടാക്കിയാലും അത് സൂപ്പർ ആയിരിക്കും. താൻ എപ്പോഴാണ് ഇവിടുന്ന് കോഫി കുടിച്ചത്? ഇതെന്താ ഇങ്ങനെ ചോദിക്കുന്നത് ബോസേ? നിങ്ങളുടെ മാമന്റെ വീടാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന ഒരു കോഫി എങ്കിലും കുടിക്കാതെ പോകുവോ? എന്ന് വെച്ചാ അന്ന് ഇവിടെ ക്രിക്കറ്റ് കാണാൻ വന്നപ്പോ, പിന്നെ വിക്കി ബോസിന്റെ കല്യാണത്തിന് കാറ് കൊണ്ടുവന്നപ്പോ. ചേട്ടാ, ആരതി ചേച്ചി സുഖമായിട്ടിരിക്കുന്നോ? 4 ദിവസം മുമ്പ് കണ്ടതാണെങ്കിലും ഒരുപാട് വർഷമായതുപോലെയാ തോന്നുന്നത് ചേട്ടാ. ആരതി എപ്പോഴും ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ മോളെ. അതും നിന്റെ വീട് തന്നെ. ചേച്ചിയെ കാണണമെന്ന് മോക്ക് ആഗ്രഹം തോന്നുമ്പോ അങ്ങോട്ടേക്ക് വാ. അച്ഛനോടും അമ്മയോടും ഞാൻ പറഞ്ഞിട്ട് വന്നതാന്ന് പറഞ്ഞാൽ മതി. അതെ അതെ, കറക്റ്റ്. ഞങ്ങൾ എന്തായാലും വരും ചേട്ടാ. ചുമ്മാ ഇങ്ങനെ വരാന്നൊക്കെ പറയും, നിങ്ങൾ വരത്തില്ല. ഇല്ല ചേട്ടാ, ഇപ്പൊ വരാനുള്ള ചാൻസ് ഉണ്ട്. എന്താന്ന് വെച്ചാ ആദ്യ ചേച്ചിക്ക് എന്തൊക്കെ കൊടുക്കണമെന്ന് വല്യമ്മ വലിയൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മ കഷായത്തിന്റെ പൊടി, ഉണ്ട എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അമ്മ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഉടനെ പുറപ്പെടും. ശരി, നിങ്ങൾ എപ്പോഴാണോ വരുന്നത് അപ്പൊ എനിക്ക് ഫോൺ വിളിക്കാം. ഞാൻ തന്നെ വന്ന് നിങ്ങളെ പിക്ക് ചെയ്യാം. അമ്മ അടുത്ത വീട്ടിലേക്ക് പോയിരിക്കാന്ന് തോന്നുന്നു. ഇപ്പൊ തന്നെ വരും. ബോസ് അവരെ അന്വേഷിക്കുന്നേ ഉണ്ടായിരുന്നില്ല, വിട്ടേക്ക്. വേറെ ആരെയാ സുമേഷ് അങ്കിൾ? ആരും ഇല്ല, വിട്ടേക്ക് മോളെ. അല്ല, അമൂല്യമ്മയുടെ എവിടെ? ഞങ്ങള് വന്നിട്ട് കണ്ടതേ ഇല്ലല്ലോ. ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങള് വന്ന് കേറിയപ്പോ തൊട്ടേ ഇവിടെ ഒരു ബഹളമായേനെ. അവളെയും അതിഥി ചേച്ചിയും ഏതോ സംഘത്തിന്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞ് കുറെ പേര് വന്ന് വിളിച്ചോണ്ട് പോയി. ഇനി എപ്പോ വരുമെന്ന് അറിയില്ല അങ്കിൾ. മീശ മണ്ണിലൊട്ടിയാലും പൊടി തട്ടില്ല എന്ന് പറയുന്നത് പോലെ. ചേട്ടാ, ചേട്ടൻ അമൂല്യ ചേച്ചി അന്വേഷിച്ചു വന്നതാ? അതില് ഡൗട്ട് വരാൻ എന്താ ഉള്ളേ? അവർക്ക് വേണ്ടി തന്നെയാ വന്നത് അല്ലേ ബോസേ? മേഡം ഉണ്ടല്ലോ, ചോദിക്കാതെയും പറയാതെ ലീവ് എടുത്ത് കളഞ്ഞു. അതറിഞ്ഞപ്പോ എന്റെ ബോസിന് അവർക്ക് എന്തെങ്കിലും വയ്യാഴി ഉണ്ടോന്ന് കരുതി പേടിച്ച് ടെൻഷനായി. മോൾക്ക് തന്നെ അറിയാമല്ലോ, കൊറോണയല്ലേ. നിങ്ങളൊരു അടിപൊളി ബോസാണ്. നിങ്ങളുടെ ജോലിക്കാരന്റെ ആരോഗ്യത്തെ പറ്റി നിങ്ങൾക്ക് എത്ര കരുതലാ ഉള്ളത്. നിങ്ങൾ ഗ്രേറ്റ് ആണ് ചേട്ടാ. മോളെ, നീ നേരത്തെ മുറുക്ക് തന്നില്ലായിരുന്നോ? അത് സൂപ്പർ ആയിരുന്നു. അമ്മയോട് പറഞ്ഞിട്ട് അമൂല്യ മേഡത്തിന്റെ കയ്യില് ഒരു ഡപ്പ നിറച്ച് കൊടുത്തു വിടണം. ഒരു ഡബ്ബയല്ല അങ്കിൾ, ഞാൻ 2 ഡബ്ബ കൊടുത്തു വിടാം. എടോ സുമേഷേ, താൻ എന്തോടെ കൊച്ചുകുട്ടികളെ പോലെ? മര്യാദയ്ക്ക് നടക്കടോ. അമൂല്യ മേഡത്തിനെ കാണാത്തതിന്റെ ദേഷ്യം എന്നോട് തീർക്കാൻ നോക്കുകയാണോ ബോസേ? അവൾ എങ്ങോട്ട് പോയിന്ന് അറിയില്ല. ഇനി എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടോന്ന് അറിയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നപ്പോ അവൾ ഇവിടെയുമില്ല. എന്നാ ശരി മോളെ, ഇറങ്ങുക. 2 ഡപ്പ മറക്കണ്ട. പിന്നെ ഇനി അങ്കിളെ എന്ന് വിളിക്കണ്ട. ശരി അങ്കിൾ. സുമേഷേ, കുഞ്ഞു ജനിക്കുന്നതിന് മുമ്പ് അങ്ങനെ തുണിയൊക്കെ തയ്ക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലാവുന്ന. ഇപ്പൊ എന്തിനാ അതിനെ കുറിച്ച് പറയുന്നത്? പിന്നല്ലാതെ നാളെയല്ലേ കല്യാണ ഡേറ്റ് ഫിക്സ് ആവുന്നത്. പക്ഷെ അമ്മയാണെങ്കിലോ ആരൊക്കെ കല്യാണത്തിന് വിളിക്കണ്ടെന്ന് പറഞ്ഞ് ഇപ്പോഴേ ലിസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. കല്യാണത്തിന് ഡേറ്റ് ഫിക്സ് ആയി കഴിഞ്ഞ പിന്നെന്താ, അടുത്തപടി ഇൻവിറ്റേഷൻ കൊടുക്കാന്നുള്ളതാണല്ലോ. അതിനെ കല്യാണം ഫിക്സ് ആവുന്നുള്ള ഗ്യാരണ്ടി എനിക്കില്ലോ. എന്താ നീ പറഞ്ഞത്? ഒന്നുമില്ല, പ്രീ പ്ലാൻ ചെയ്തിട്ട് അതൊന്നും നടന്നില്ലെങ്കിൽ പിന്നെ അതെല്ലാം ഒടുക്കാൻ ഒരു വിഷമാവില്ല നമുക്ക്, അതാ പറഞ്ഞ. ഈ സുഹാസിനി ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നടന്നിരിക്കും.
ഹായ്. അച്ഛാ ശ്രീധർ, ഓൾ ദി ബെസ്റ്റ്. അച്ഛാ പുതിയ പ്രോജക്റ്റിന് ഓൾ ദി ബെസ്റ്റ്. നാളെ സാഹിത്യയുടെയും വേദാന്തിന്റെയും കല്യാണത്തിന് ഡേറ്റ് ഫിക്സ് ചെയ്യാൻ പോവാ. എന്ത്? നാളെയോ? അതിനെന്താ, എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് എത്ര നാളെന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്യുന്നേ. നാളെ ജോത്സരോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. My name is Barbie doll, Barbie doll, Barbie doll. Hey beauty. ആഹാ, നീ കുറച്ചും കൂടെ മെലിഞ്ഞിട്ടായിരുന്നെങ്കിൽ എന്തൊക്കെ കാണണായിരുന്നു. ഇത് പിടിച്ചേ, ഇവിടെ ചേച്ചി ഞാനാ. എന്നെ കൊണ്ടാണോ നീ ജോലി ചെയ്യിപ്പിക്കുന്നേ? അയ്യോ അങ്ങ് ചെയ്യേ ചേച്ചി. അനിയത്തിമാരെയൊക്കെ നല്ലോണം നോക്കേണ്ടത് ചേച്ചിമാരുടെ കടമയല്ലേ. ചേച്ചി എന്ന് വെച്ചാ അമ്മയെ പോലെ. ആഹാ, നീയും ആ ഡ്രാമ ക്യൂനും രണ്ടുപേരും നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. അമ്മോ, അതിഥി, രണ്ടുപേരും ഇവിടെ ഉണ്ടല്ലേ. എന്താമ്മോ, ഒരു ദിവസം നീ ഓഫീസിൽ പോകത്തോണ്ട് നിന്റെ ബോസ് വീട്ടിൽ വരെ എത്തിയല്ലോ. എന്താ ചേച്ചി പറയുന്നത്? ബോസോ? ഞാനും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നിന്റെ അമ്മ ഫോൺ വിളിച്ചപ്പോഴാ അറിഞ്ഞത് വേദാന്ത് വീട്ടിൽ വന്നിട്ടുണ്ടെന്ന്. വേദാന്ത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോ? എന്തിനാ വന്നേ? അതെന്തോ രോഗം പടരുന്നുണ്ടല്ലോ, എല്ലാവരും സേഫ് ആയിട്ടുണ്ടോ, ആർക്കെങ്കിലും അതിന് പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് വന്നതത്രേ. ഞാനില്ലാത്ത സമയത്തെ വരുള്ളൂ കള്ളച്ചെറുക്കൻ. മുതുക്കി. ഇങ്ങനത്തെ പേരൊക്കെ നിനക്ക് എവിടെന്നാ കിട്ടണം? അച്ഛാ ഞാൻ അച്ഛനൊരു പേരിടട്ടെ. അയ്യോ വേണ്ടമ്മേ, ഞാൻ പോയേ കൈയും കാലും കഴുകി വരട്ടെ. അയ്യോ നിനക്ക് കുറച്ച് കൂടുന്നുണ്ടേ കുമ്പളങ്ങേ. അച്ഛന്റെ മുമ്പിൽ വെച്ചാണോ ഇങ്ങനെ ഓവർ ആക്ടിങ് കാണിക്കുന്നേ? ഹലോ, ഞാൻ എപ്പോഴും ഇതുപോലെ തന്നെയാ. നീയാ മാറിപ്പോയത്. അത് കാണുമ്പോഴാ പേടിയാവുന്ന. ഹേയ്, പേടിക്കാനായിട്ട് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അല്ല, നീ ഇപ്പോഴല്ലേ വൺ വേ ലവിനെ കുറിച്ച് പ്രസംഗിച്ചിട്ട് വന്നത്? ഇങ്ങനെ പോയാ നിന്റെ വൺ വേ ലവ് ടൂ വേ ആവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. മൈ നെയിം ഈസ് ബാർബി ഡോൾ, ബാർബി ഡോൾ, ബാർബി ഡോൾ. എല്ലാം വളരെ നന്നായിട്ടുണ്ട് സുഹാസിനി. ഓഹാ, എന്തൊരു രുചിയാ. വീട്ടിലെ ഭക്ഷണം പോലെ വേറെ ഒന്നുമില്ല. ഇതൊക്കെ വെറും പറച്ചില് മാത്രമേ ഉള്ളൂ. മനസ്സിനകത്ത് അങ്ങനൊന്നുമില്ല. മനസ്സിലുള്ളതല്ലേ വാക്കായിട്ട് വരുന്നത്. മനസ്സിലങ്ങനെ ഒന്നുമില്ലായിരുന്നെങ്കിൽ മകന്റെ കല്യാണം നിങ്ങൾ മിസ് ചെയ്യോ? ഇത് കുറച്ച് കൂടുതലായി പോയിന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ? കുറച്ചല്ല, കൂടുതലായിട്ട് തന്നെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, മകൻ അയച്ചെന്ന ബിസിനസ് ട്രിപ്പ് വിസ കാരണം പേഴ്സണൽ ട്രിപ്പായി പോയി. ശരി, ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു? ട്രിപ്പിനെ പറ്റി പറയാനേ ഇല്ല, സൂപ്പർ ആയിരുന്നു. അതുപോലെ ലണ്ടനിലെ ബന്ധുക്കളുടെ വീട്ടിലും പോയായിരുന്നു. പാവം, സാരികയുടെ കാര്യം ഇങ്ങനെ ആകുമെന്ന് ഒരിക്കലും കരുതിയില്ല. ഏയ് അല്ല, നീ ഇതിപ്പോ എവിടെയാ സുഹാസിനി? എന്താ പറഞ്ഞത്? വേദാന്തിന് ഈ കല്യാണത്തിന് ഇപ്പോഴും ഇഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താ? എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ വേദാന്ത് അങ്ങനെയുള്ളൊരു പയ്യനല്ല. അവനെ അവന്റെ പാട്ടിന് വിട്ടേക്ക്. അവന് വിധിച്ചിരിക്കുന്ന പെണ്ണ് ഏതാണോ ആ പെണ്ണിനെ തന്നെ അവൻ കല്യാണം കഴിക്കട്ടെ. ഇവിടുത്തെ ഒരു കാര്യങ്ങളിലും ഉത്തരവാദിത്വം എടുക്കാതെ വായും പൂട്ടി ഇരിക്കാനല്ലേ നിങ്ങൾ എപ്പോഴും ശ്രമിക്കുന്നത്? നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്നൊക്കെ ഞാൻ ശരിക്കും അറിയുന്നുണ്ട് ശ്രീധർ. അതങ്ങനെയല്ല. കൂടുതലായിട്ടൊന്നും എന്നോട് പറയണ്ട. പറയുന്നത് കേൾക്കുന്നവരുടെ അടുത്തല്ലേ പറയാൻ പറ്റൂ. നിന്റെ അടുത്ത് പറഞ്ഞിട്ട് എന്താ കാര്യം?
കള്ളച്ചെറുക്കൻ ശരിക്കും എന്റെ ആരോഗ്യത്തിനെ പറ്റി ചോദിക്കാൻ വേണ്ടി വന്നതാണോ? ആർക്കറിയാം, ചിലപ്പോ അതിനായിരിക്കും, അല്ലായിരിക്കും. അവൻ എങ്ങനെയുള്ള ആളാണെന്ന് എനിക്ക് പറയാനേ പറ്റുന്നില്ല. ആദ്യ ഒരു ദിവസം എനിക്ക് പനി വന്ന സമയത്ത് ഈ ലോകം തന്നെ തലകീഴായിട്ട് മറിച്ചു അവൻ. ഇല്ല, പാവം അവൻ എല്ലാ കാര്യങ്ങളും സീരിയസ് ആയിട്ട് എടുക്കും. പക്ഷെ അവന് ആരുടെ കാര്യത്തിലും ഇത്ര എക്സ്ട്രീം ആയിട്ട് പെരുമാറുന്ന ഞാൻ കണ്ടിട്ടേ ഇല്ല. അങ്ങനെയാണെങ്കിൽ അവൻ എനിക്ക് മിസ് യു എന്ന് മെസ്സേജ് അയച്ചത് സത്യമാണോ? അതിഥിയുടെ അടുത്ത് ഫോണിൽ സംസാരിച്ചു എന്ന് പറഞ്ഞതും ഇനി സത്യമായിരിക്കും? ഒരു പക്ഷെ സത്യമായിരുന്നെങ്കിലും എന്തിനാ പോലും മിസ് യു എന്ന് അയച്ചത്? ഒരു ഫ്രണ്ടിന് എന്തായാലും ആരും മിസ് യു എന്ന് മെസ്സേജ് അയക്കാൻ സാധ്യതയില്ല. ഇനി അറിയാതെ എങ്ങാനും കള്ളച്ചക്കൻ എന്നോട്... ഇല്ല, വെറുതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. അവൻ താജ്മഹൽ പോലെ ഒരു വീട്ടിൽ താമസിക്കുന്നവനാ. ഞാനും മനസ്സുകൊണ്ട് താജ്മഹൽ കെട്ടുന്നവളും. രണ്ടുപേരുടെ ഇടയിൽ ഒരുപാട് ഗ്യാപ്പുണ്ട്. നടന്നതൊക്കെ നടന്നു, ഇനി അങ്ങനെ നടക്കാൻ പാടില്ല. വേദാന്തോ ടെലിപ്പതിയൊക്കെ ഇതിന്റെ ഇടയ്ക്ക് നടക്കാൻ തുടങ്ങിയോ ദൈവമേ? ഒരു ശകുനം പോലെ കറക്റ്റ് സമയത്ത് റിങ് ചെയ്തല്ലോ. എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചത് സത്യമാണോ? ഹലോ ഹലോ, ഇത് അമൂല്യ തന്നെയല്ലേ? ഹലോ, പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? ഞാൻ സംസാരിക്കുന്ന അമൂല്യയോടാണോ? കോൾ ചെയ്തത് എന്റെ നമ്പറിലേക്കല്ലേ? ഇതേ റൗഡി ബേബിയുടെ ഫോണാ. ആരും എന്തായാലും ഈ ഫോൺ എടുക്കില്ല. ഞാൻ തന്നെയാ സംസാരിക്കുന്നത്, പറഞ്ഞോ. വായി തുറന്ന വലിയ ബിൽഡപ്പാ. അവളുടെ ഫോൺ ആരും ടച്ച് ചെയ്യില്ല അത്ര. നോൺസെൻസ്. എന്നിട്ടാണ് ഞാൻ അയച്ച മെസ്സേജ് അവളുടെ അനിയത്തി കണ്ടത്. എന്നിട്ട് അതിഥി തന്നെയാ അന്ന് കോളും എടുത്തത്. എന്തിനാ സൈലന്റ് ആയിട്ട് നിൽക്കുന്നേ? എന്താ ചത്തോ? ഇവിടെ ഉണ്ട്. എന്തിനാ ഇപ്പൊ വിളിച്ചത്? ഞാൻ നിന്നെ അന്വേഷിച്ച് എവിടേക്ക് പോയി എന്നറിയോ നിനക്ക്? ഇന്ന് ഓഫീസിലേക്ക് വന്നില്ല. ഫോൺ വിളിച്ചാൽ കണക്ട് ആവുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു മെസ്സേജ് അയക്കാൻ പോലുള്ള ബുദ്ധിയില്ലേ നിനക്ക്? അതൊക്കെ പോട്ടെ, നിനക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയോ എന്നറിയാൻ വേണ്ടി ഞാൻ രാവിലെ വീട്ടിലേക്ക് വന്നിരുന്നു. അപ്പൊ നീ ആണെങ്കിൽ അവിടെയും ഇല്ല. എവിടെ പോയി കിടക്കുകയായിരുന്നു നീ? നിങ്ങൾ എന്തിനാ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ റിസ്ക് എടുക്കാൻ പോയത് ബോസ്? ബോസ്, ബോസ്, അഞ്ജു, എടി അഞ്ജു. ഇവളാള് കൊള്ളാലോ. ഏത് ലെവലിലെ കിടന്ന് ഉറങ്ങുന്നേ നോക്ക്. കുംഭകർണനോട് കോമ്പറ്റീഷനാ. ഓഫീസിൽ പോകണമോ? അതെ അച്ഛാ. അല്ല, ഇവൾക്ക് ഇതെന്താ പറ്റിയത്? രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കല്ലേ, ഉറക്കക്ഷീണുണ്ടാവും. ടൈം എത്ര പെട്ടെന്നാ പോകുന്നേ അല്ലേ അച്ഛാ? ഇന്നലെ വരെ അവളുടെ ചെറിയ കണ്ണുകൾ വെച്ച് നമ്മളെ നോക്കുന്നതാ എന്റെ ഓർമ്മയിലുള്ളത്. എന്നാ ഇപ്പോഴോ കോളേജിൽ പോവാറായി. നിനക്ക് അഞ്ചു എങ്ങനെയാണോ അതുപോലെയാണ് നീ ഞങ്ങൾക്ക്. കല്യാണ പ്രായമായിരിക്കല്ലേ? അയ്യോ അച്ഛാ, അപ്പോഴേക്കും മാട്രിന്ന് പോയല്ലോ. എനിക്ക് കല്യാണമൊന്നും വേണ്ട. ഞാൻ നിന്നെ കല്യാണം കഴിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ട് കുഴി ചാടിക്കാനൊന്നും അല്ല. ഒന്ന് പോ അച്ഛാ, എനിക്ക് ഒരുപാട് ചുമതലകൾ